നിങ്ങൾ ഫോൺ എവിടെയെങ്കിലും വെച്ച് മറന്നു പോകുന്നയാളാണോ? എങ്കിൽ നിങ്ങളെ സഹായിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ ആപ്ലിക്കേഷൻ്റെ ഉപകാരം എന്തെന്നാൽ, സാധാരണയായി നിങ്ങൾ എവിടെയെങ്കിലും ഫോൺ വെച്ച് മറന്നു പോയി കഴിഞ്ഞാൽ മറ്റൊരാളുടെ ഫോണിൽ നിന്ന് മിസ് കോൾ അടിച്ചിട്ടാണ് നിങ്ങളുടെ ഫോൺ കണ്ടെത്താറ്. എന്നാൽ ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോൺ ഉണ്ടെങ്കിൽ മറ്റൊരാളുടെ സഹായം വേണ്ട. ഇപ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി തനിച്ചൊക്കെയാണ് വീട്ടിലുള്ളതെങ്കിൽ മറ്റൊരു ഫോൺ നമുക്ക് മിസ് കോൾ അടിക്കാൻ കിട്ടില്ലല്ലോ. അങ്ങനെയുള്ള ഘട്ടത്തിൽ വളരെയധികം ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷനാണിത്. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ ഇനി എവിടെയെങ്കിലും വെച്ച് മറന്നു പോയി കഴിഞ്ഞാൽ ജസ്റ്റ് 2 തവണ കൈകൊട്ടിയാൽ മതി. അപ്പോൾ എവിടെയാണോ നിങ്ങളുടെ ഫോൺ ഉള്ളത് അവിടെ നിന്ന് ഫ്ലാഷ് ലൈറ്റ് സഹിതം നിങ്ങളുടെ ഫോൺ ശബ്ദിക്കുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ കണ്ടെത്താനും സാധിക്കും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക, ആക്റ്റീവ് ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ ആദ്യം വീഡിയോയിലേക്ക് കിടക്കാം. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഫേസ്ബുക്ക് ആണെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബ് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് ഉണ്ടാവും. നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു വെബ്സൈറ്റ് ഓണായി കിട്ടും. താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് പറഞ്ഞിട്ട് 2 ലിങ്കുകൾ ഉണ്ടാവും. 2 ലിങ്കിലും വെവ്വേറെ ആപ്ലിക്കേഷനാണ്. നിങ്ങളുടെ ഫോണിൽ ഏതാണ് സപ്പോർട്ട് ആകുന്നത് എന്ന് നോക്കിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് 2 ആപ്ലിക്കേഷന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ആദ്യത്തെ ലിങ്കിൽ നിന്നാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്തതെങ്കിൽ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകുക. ഇതല്പം പുതിയ ഫോണുകളിൽ മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇത് നിങ്ങളുടെ ഫോണിൽ ആദ്യം ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ മാത്രം 2ാമത്തെ ലിങ്കിൽ നിന്ന് മറ്റേ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ സെലക്ട് ആയ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണെങ്കിൽ മുകളിലത്തെ ടിക്ക് മാർക്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ വേണമെങ്കിൽ നെക്സ്റ്റ് കൊടുക്കുക. അല്ലെങ്കിൽ ഇവിടെ സ്കിപ്പ് ബട്ടൺ കാണാം. ആ സ്കിപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കിവിടെ മൈക്രോഫോണിൻ്റെ പെർമിഷൻ കൊടുക്കാൻ പറയും. അത് ജസ്റ്റ് ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മൈക്രോഫോൺ യൂസ് ചെയ്യേണ്ട ഓപ്ഷൻസ് നിങ്ങൾക്ക് കിട്ടും. ഇനി മുകളിൽ കണ്ടിന്യൂ ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്ലാപ്പ് ഓപ്ഷൻസ് ആണ് വരിക. ജസ്റ്റ് ആ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ തന്നെ ഇത് ആക്ടിവേറ്റ് ആകുന്നതാണ്. ഇനി ഗെറ്റ് ഇറ്റ് എന്ന ബട്ടൺ കൊടുക്കാം. ഇനി നിങ്ങൾക്കിവിടെ താഴത്തുള്ളതൊക്കെ നമുക്ക് ഏത് സൗണ്ടാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യുന്നതാണ്. അതൊക്കെ സെലക്ട് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ക്ലാപ്പ് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ഫസ്റ്റ് അത് എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നതാണ്. അപ്പോൾ ഇവിടെ എയറോണ എല്ലാം നിങ്ങൾക്ക് ക്യാറ്റാ ഡോഗാണോ ഏതാ സൗണ്ട് വേണ്ടത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഇതിൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ശബ്ദമായിരിക്കും നിങ്ങൾ ക്ലാപ്പ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഫോണിൽ കേൾക്കുക. അപ്പോൾ ഏത് ശബ്ദമാണ് വേണ്ടത് അത് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്ക് ഫ്ലാഷ് ലൈറ്റ് വേണോ അതെല്ലാം ഓൾറെഡി ഓപ്പൺ ആയിരിക്കും, വേണ്ടെങ്കിൽ ഓഫ് ചെയ്യാം. ഇനി വോളിയം കൺട്രോൾ ചെയ്യേണ്ട ഓപ്ഷൻസ് ഉണ്ട്. അമിതമായ വോളിയം വേണമെങ്കിൽ കൂട്ടാം. ഇനി ഏറ്റവും താഴത്തെ ഡ്യൂറേഷൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് 1 മിനിറ്റ് 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ ആക്കാം. ഏറ്റവും ബെറ്റർ 1 മിനിറ്റാണ്. കാരണം ചില ഫോണിൽ നിന്ന് ഈ അലാറം അടിഞ്ഞ് തീരുന്നവരെ കാത്തിരിക്കേണ്ടി വരും. ചില ഫോണിൽ അത് വേണ്ട, സ്റ്റോപ്പ് ചെയ്യേണ്ട ഓപ്ഷൻസ് ഉണ്ട്. എന്നിട്ട് ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ആപ്ലൈ എന്ന് പറയുന്ന ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സൗണ്ട് ഇതിലേക്ക് സെറ്റ് ആവുന്നതാണ്. നമ്മൾ സെറ്റിങ്സിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ ഇത് ഓട്ടോമാറ്റിക്കലി ഡീആക്ടിവേറ്റ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വീണ്ടും ക്ലിക്ക് ചെയ്തിട്ട് ആ ക്ലാപ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് ആക്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ആക്ടിവേറ്റ് ആണോ എന്ന് മനസ്സിലാക്കാൻ ഇതുപോലെ നീലയും ഗ്രീനും ആ ക്ലാപ്സിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കും. പിന്നെ ഇതുപോലെ മുകളിൽ നോട്ടിഫിക്കേഷൻ വന്ന കണ്ടോ, ആക്ടിവേറ്റ് ആയിക്കഴിഞ്ഞാൽ വരുന്ന നോട്ടിഫിക്കേഷനാണ്. അത് നമുക്ക് ഏത് സമയത്തും ഓഫ് ആക്കേണ്ട ഓപ്ഷൻസ് വരുന്നതാണ്. ഇനി ചില ഫോണുകളിൽ ഈ ആപ്ലിക്കേഷൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാണ്ടാവും. അതായത് സ്ക്രീൻ ലോക്ക് ആകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആപ്ലിക്കേഷൻ ഓഫ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫോണുകളിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വീഡിയോയിൽ പറഞ്ഞു തരാം. അതായത് അതൊന്നുമില്ല, ബാറ്ററി സെർവറിൻ്റെ അകത്ത് ഇത് ഓണാക്കി കൊടുക്കണം. നിങ്ങൾ ആ ആപ്ലിക്കേഷൻ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ആപ്പ് ഇൻഫോയിൽ പോകാം. അല്ലെങ്കിൽ സെറ്റിങ്സിൽ പോയിട്ട് ആപ്ലിക്കേഷൻ മാനേജറിന്ന് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ ബാറ്ററി സെർവർ എന്ന് കാണാം. ചില ഫോണിൽ ചെറിയ മാറ്റം ഉണ്ടാവും. എന്നിട്ട് ഏറ്റവും മുകളിലെ നോ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷനകത്ത് തന്നെ നിരവധി ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് പാസ്കോഡ് എന്ന് പറയുന്ന ഓപ്ഷൻസ്, പിന്നെ ഡോൺ ടച്ച്, അതായത് നമ്മുടെ ഫോൺ ആരെങ്കിലും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ശബ്ദമുണ്ടാക്കും. അതുപോലെ തന്നെ ഈ പോക്കറ്റ് മോഡ്, നമ്മുടെ പോക്കറ്റിൽ നിന്ന് ആരെങ്കിലും ഫോൺ എടുത്താൽ ശബ്ദം ഉണ്ടാക്കും. അങ്ങനെ നിരവധി ഓപ്ഷൻസും ഇതിനകത്തുണ്ട്. ഇനി ആദ്യത്തെ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് 2ാമത്തെ ലിങ്കിൽ നിന്ന് 2ാമത്തെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അത് ഒരുവിധം എല്ലാ ഫോണിലും സപ്പോർട്ട് ചെയ്യും. അതിനും ഇതുപോലെ ചെറിയ ചെറിയ പെർമിഷൻ കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷനിലും എന്തെങ്കിലും പെർമിഷൻ അഡീഷണൽ ആയിട്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വരും. അതുവരേക്കും goodbye.